ഹലോ, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? അപ്പൊ നമ്മുടെ പാലക്കാട് വീട്ടിലെ അടുത്തൊരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ സാധാരണ വറുത്ത അരച്ച സാമ്പാറാണ്. ആലപ്പുഴ ഞാൻ ചെന്ന ശേഷം ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത ഈ ഒരു സാമ്പാറായിരുന്നു. അപ്പൊ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും സാമ്പാറും ചമ്മന്തിയൊക്കെ ആയിരുന്നു. ഞങ്ങളുടെ അച്ഛമ്മയ്ക്ക് ഞാൻ ചെറിയൊരു പണി കൊടുത്തതാണ്. ഓടി നടന്ന് ജോലി ചെയ്യുന്ന ഒരാളാണ്, അടങ്ങിയിരിക്കത്തില്ല, എന്തും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ കരുതി എന്നാൽ ഇച്ചിരി പാട്ടൊക്കെ വെച്ചു കൊടുത്ത ആളൊന്ന് വൈബാക്കാന്ന്. അച്ഛമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കലാപൻമണിയുടെ പാട്ട്. അപ്പൊ ഞാൻ അതാ വെച്ചു കൊടുത്തത്. അതിനിടയിൽ അച്ചാച്ചൻ വന്ന് അച്ഛമ്മയെ കളിയാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീടിന്റെ പുറകിലുള്ള തോട് ഒന്ന് പോവാണ്. കാരണം അവിടെ കുറച്ച് ഫിഷിംഗ് ഫ്രീക്സ് ഉണ്ട്. ഞാൻ ആരൊക്കെയാന്നൊക്കെ കാണിച്ചു തരാം. അപ്പൊ ഇത് നമ്മളെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് നടന്നു പോകുന്ന വഴിയാണ്. വണ്ടിയൊന്നും പോകത്തില്ല, നമുക്ക് നടന്ന് തന്നെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിന്റെ രണ്ട് സൈഡും റബ്ബർ മരങ്ങൾ പോലെ പാടം ഒക്കെ ഉണ്ട്. നല്ല രസമാണ് അവിടെ. നമ്മളുടെ കൂടെ പാടത്തോട്ട് വരെ അർജുട്ടനും ടോമിയൊക്കെ ഉണ്ട്. അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും അനൂപും ശ്രീഹരിയും കൂടെ എന്തോ തിരയുവാ. എന്താണെന്നറിയാം, മീൻ പിടിക്കാനുള്ള മണ്ണിരയെ തെരഞ്ഞുകൊണ്ടിരിക്കുക. ഒരാൾ പുൽച്ചാടിയും ഒരാൾ മണ്ണിരയും നോക്കി നോക്കി നടക്കുക. അതിനിടയിൽ കുട്ടൂസ് ആണെങ്കിൽ മീൻ പിടിക്കാനുള്ള ചൂണ്ടയൊക്കെ റെഡിയാക്കുക. അവിടെ ഒത്തിരി വലിയ മീനില്ല, എന്നാലും ഉണ്ട്, അത്യാവശ്യത്തിനുള്ള മീനുകളൊക്കെ ഉണ്ട്. പിന്നെ എന്റെ കുട്ടൂസിനാണെങ്കിൽ ഈ തോടും കണ്ടവും കുളവും ഒക്കെ കാണുമ്പോൾ ഇതുപോലെ ആവേശമില്ല. മീൻ പിടിക്കാൻ വേണ്ടി ഇതുപോലെ ആവേശത്തോടെ നടക്കുന്ന ആളെ ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ അവിടെ ഒത്തിരി നേരം നിന്നില്ല, തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് കരുതി. അവിടെ അവർ മീൻ പിടിച്ചോട്ടെ, ഞങ്ങളെ വീട്ടിലോട്ട് അങ്ങോട്ട് ഇറങ്ങി. അപ്പോഴും ശ്രീഹരി അവിടെ പുൽച്ചാടിയെ നോക്കി നിൽക്കുക കേട്ടോ, പാവം. പിന്നെ കിട്ടി, അച്ഛമ്മ അതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. അർജുട്ടനാണെങ്കിൽ റെസ്റ്റ് എടുക്കും. ഞാൻ ഇവിടെ ഒത്തിരി ഈ മഞ്ഞ പൂക്കൾ കണ്ടു. അപ്പം ഞാൻ കരുതി എൻ്റെ ഭർത്താവിന് ഒരു ബൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്ന്. അങ്ങനെ ഞാൻ കുറച്ച് പൂവൊക്കെ പറിച്ച് അതിനെയൊക്കെ ഒന്ന് കെട്ടി സെറ്റപ്പ് ആക്കി എടുത്തു കേട്ടോ. അപ്പം കൊള്ളാവോ? എനിക്കിഷ്ടപ്പെട്ടു, ഈ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ അതൊക്കെ കൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം ഞങ്ങളുടെ കൂടെ ടോമിയും അർജുട്ടനും ഞങ്ങളുടെ മുന്നേ ഓടി കയറുക. ഈ സ്ഥലങ്ങൾക്കൊന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. പണ്ടും ഇങ്ങനെ തന്നെ ആയിരുന്നു, ഇപ്പോഴും ഇങ്ങനെ തന്നെ. പിന്നെ ഒരാൾക്ക് നടക്കാനുള്ള വഴി മാത്രമേ ഉള്ളൂ. വൈകുന്നേര സമയങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കണം. അപ്പം നല്ല തണുത്ത കാറ്റും ഭയങ്കര കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഞങ്ങളെ ഓരോ കഥയൊക്കെ പറഞ്ഞ് ഞാൻ അച്ഛമ്മയും കൂടെ ഇങ്ങനെ നടന്ന് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം ദേ നമ്മുടെ അച്ചാച്ചൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ പോയിട്ട് ഒത്തിരി നേരമായി, ഞങ്ങളെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് നോക്കിയിട്ടിരിക്കുക. അപ്പം ഞങ്ങൾ അതിനിടയിൽ കുഞ്ഞമ്മൂനെയും പാർക്കുട്ടീനെയൊക്കെ കാണാൻ വേണ്ടി പോയി. അവരെ കണ്ടു. ചാരുട്ടൻ നമ്മളെ വെൽക്കം ചെയ്ത് അകത്തോട്ട് കൊണ്ടുപോകാട്ടാ. നമ്മൾ പിന്നെ ഇവിടെ വീട്ടിൽ വന്നു കഴിയുമ്പം ഒരു വട്ടമെങ്കിലും ഞങ്ങളുടെ കല്യാണ വീഡിയോ കാണാറുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഇരുന്ന വീഡിയോസൊക്കെ കണ്ട് നല്ല രസമല്ലേ ഞാൻ കല്യാണ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. നമ്മൾ ആഗ്രഹിച്ച ഒരാളുടെ പോലുള്ള കല്യാണം അല്ലേ, അപ്പോൾ അടിപൊളിയായിരിക്കത്തില്ലേ? എത്ര വട്ടം കല്യാണ വീഡിയോ കണ്ടെന്ന് പറഞ്ഞാലും എനിക്കത് മതിയാവത്തില്ല. ഓരോ മൊമെന്റ്സും എനിക്ക് അത്രയും വാല്യുബിൾ ആയിരുന്നു. ഇവിടെ പതുക്കെ സൈഡിൽ ഇരുന്ന അരുണും അമ്പാടിയും കൂടെ കാര്യം പറയുവാണ്. എന്തോ അന്താരാഷ്ട്ര കാര്യമാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഒന്നുമല്ല. അവൻ്റെ തള്ളൊക്കെ കേട്ട് അമ്പാടി വിശ്വസിച്ചിട്ടിരിക്കുക. അതെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഡോർ അതേ പതുക്കെ കൈയും കൊണ്ട് കൂട് തുറക്കുക. ഇങ്ങനെ നിങ്ങളുടെ പട്ടിയൊക്കെ ചെയ്യാറുണ്ടോ? മീൻപിടുത്തമെല്ലാം കഴിഞ്ഞ് ഫിഷിംഗ് ഫ്രീക്സ് തിരിച്ച് വീട്ടിലോട്ടെത്തി. അപ്പം ഞാൻ എൻ്റെ ഭർത്താവിന് ആ പൂ കൊടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ കുട്ടൂസരി ചിരിച്ചത് മേടിക്കുക. അതെല്ലാം കഴിഞ്ഞ് ഞാനും ചാറുമോനും കൂടെ കുറച്ച് നേരം മുറ്റത്തൊക്കെ ഇരുന്നു. നമ്മുടെ വീടിൻ്റെ പടിപ്പുരയും അതുപോലെ നിലാവും എല്ലാം കൂടെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ഒരു പ്രത്യേക ഭംഗി. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയോട്. നമ്മൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ടാറ്റാ.